ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ അഭിമാനമാണ് സഞ്ജു സാംസൺ. നിലവിൽ BCCI കരാറുള്ള ഏക കേരള താരമായ സഞ്ജു T20യിൽ ഓപ്പണറെന്ന നിലയിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 സെഞ്ചുറികളാണ് ഈ വർഷം സഞ്ജു സാംസൺ നേടിയെടുത്തത്. ഒരു കലണ്ടർ വർഷം 3 T20 സെഞ്ചുറി എന്നത് മറ്റാർക്കും നേടാനാവാത്ത നേട്ടമാണ്. സഞ്ജുവിനെ നിലവിൽ T20യിലേക്ക് മാത്രമാണ് പരിഗണിക്കുന്നത്. ഏകദിന ഫോർമാറ്റിലും ടെസ്റ്റിലും സഞ്ജു ഇന്ത്യൻ ടീമിന് പുറത്താണ്. സഞ്ജുവിനെ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ വിളിയെത്തിയിട്ടില്ല. ഇപ്പോഴിതാ ടെസ്റ്റ് കളിക്കാനുള്ള ആഗ്രഹം വീണ്ടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് സഞ്ജു. അവസരം ലഭിച്ചാൽ ടെസ്റ്റ് കളിക്കാൻ താൽപ്പര്യമുണ്ടെന്നും ഇതാണ് തൻ്റെ വലിയ സ്വപ്നമെന്നും നേരത്തെ സഞ്ജു വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതേ കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഏത് ഉറക്കത്തിലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്തിയാൽ ആ സമയത്ത് തന്നെ ടീമിലേക്ക് എത്തുമെന്നാണ് സഞ്ജു സാംസൺ ദുബായിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പറഞ്ഞത്. നിലവിൽ ഇടവേള ആഘോഷിച്ച് സഞ്ജു ദുബായിലാണുള്ളത്. ഇവിടെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവെയാണ് സഞ്ജു ടെസ്റ്റ് കളിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞത്. ഇന്ത്യൻ ടീമിനായി കളിക്കുക എന്നതാണ് പ്രധാനമെന്നും ഏത് ഫോർമാറ്റിലും കളിക്കാൻ സജ്ജമാണെന്നും സഞ്ജു പറഞ്ഞു. ഋഷഭ് പന്താണ് നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ. എന്നാൽ ഇടംകയ്യൻ താരത്തിൻ്റെ സമീപകാലത്തെ പ്രകടനങ്ങൾ മോശമാണ്. ഇന്ത്യ ഓസ്ട്രേലിയയിൽ തോറ്റാൽ ടീമിൽ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. എന്നാൽ സഞ്ജുവിന് ടെസ്റ്റ് ടീമിലേക്ക് വിളിയെത്താൻ സാധ്യത കുറവാണെന്ന് തന്നെ പറയാം. എന്നാൽ ഏകദിന ഫോർമാറ്റിലേക്ക് സഞ്ജു തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സഞ്ജു ഉണ്ടാവുമോ എന്നത് കണ്ടറിയാം. IPLൽ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനാണ് സഞ്ജു സാംസൺ. ഇത്തവണത്തെ മെഗാ ലേലത്തിലൂടെ വലിയ മാറ്റങ്ങൾ രാജസ്ഥാനിൽ വന്നിട്ടുണ്ട്. സൂപ്പർ താരം ജോസ് ബട്ട്ലറെ കൈവിട്ട രാജസ്ഥാൻ ബൗളിംഗ് നിരയിൽ നിന്ന് ട്രെൻറ്റ് ബോൾട്ടിനെയും അശ്വിനെയും യുസ്വേന്ദ്ര ചഹാലിനെയും ഒഴിവാക്കി. രാജസ്ഥാൻ ടീമിലെ വലിയ മാറ്റങ്ങൾ ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാമെന്നാണ് സഞ്ജു പ്രതികരിച്ചത്. യുസ്വേന്ദ്ര ചഹാൽ തനിക്കെതിരെ പന്തെറിഞ്ഞാൽ എന്താകുമെന്നടക്കം ആരാധകർ ചിന്തിക്കുന്നു. 2024 കരിയറിലെ ഏറ്റവും മികച്ച വർഷമായാണ് കരുതുന്നതെന്നും ഇതേ ഫോം തുടരാമെന്നാണ് കരുതുന്നതെന്നുമാണ് സഞ്ജു പ്രതികരിച്ചത്. ഇനി ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലാവും സഞ്ജു ഇന്ത്യക്കായി കളിക്കുക. സഞ്ജുവിന് ഇതേ പ്രകടന മികവ് തുടരാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇംഗ്ലണ്ട് T20 സഞ്ജുവിന് നിർണായകമാവും. കേരളത്തിനൊപ്പം വിജയ് ഹസാരെ ട്രോഫി കളിക്കാൻ സഞ്ജു സാംസണില്ല. കേരളത്തിൻ്റെ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണിന് ടീമിൽ ഇടമില്ല. സഞ്ജുവിൻ്റെ അഭാവത്തെക്കുറിച്ച് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ താരത്തിന് വിശ്രമം നൽകിയതാണെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായി കളിക്കുന്ന സഞ്ജുവിന് വിശ്രമം അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിരിക്കുകയാണ്. നിലവിൽ സഞ്ജു ദുബായിൽ ഇടവേള ആഘോഷിക്കുകയാണ്. ശ്രീശാന്തും സഞ്ജുവിനൊപ്പമുണ്ടായിരുന്നു. ദുബായിൽ നിന്നുള്ള സഞ്ജുവിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. എന്തായാലും സഞ്ജുവിന് വരുന്ന വർഷവും ഇന്ത്യക്കൊപ്പം കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്ന് തന്നെ വിലയിരുത്താം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.